ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ജീവിച്ചിരിപ്പുണ്ടോ? അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തെന്നാണ് വിവരം. എന്നാൽ മൊജ്തബയെ പ്രത്യേക സൈനിക വിമാനത്തിൽ മോസ്കോയിലേക്ക് മാറ്റിയതായി കുവൈത്ത് പത്രം അൽ ജരീദ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയുടെ സംരക്ഷണത്തിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് പ്രത്യേക സൈനിക വിമാനത്തിൽ മൊജ്തബയെ മോസ്കോയിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ട്. മൊജ്തബ ഇപ്പോൾ കോമയിലാണെന്നും പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കാലുകൾ മുറിച്ചു മാറ്റിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടയിലും മൊജ്തബയുടെ പുതിയ പ്രസ്താവന പുറത്തു വന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഇറാൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള മെഹർ ന്യൂസ് ഏജൻസിയാണ് മൊജ്തബയുടെ എന്ന പേരിൽ പുതിയ പ്രസ്താവന പുറത്തുവിട്ടത്. തന്റെ പിതാവ് ആയത്തുള്ള അലി ഖമൈനിയുടെ കീഴിൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥാപന മേധാവികളും നിലവിലെ സ്ഥാനങ്ങളിൽ തുടരണമെന്നാണ് പ്രസ്താവനയിലെ പ്രധാന നിർദ്ദേശം. ഉദ്യോഗസ്ഥർക്ക് തൽക്കാലം നിയമനം പുതുക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ ഈ പ്രസ്താവനയ്ക്കൊപ്പം മൊജ്തബയുടെ പുതിയ ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ പുറത്തു വന്നിട്ടില്ല എന്നത് അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. ഫെബ്രുവരി 28-ന് പിതാവിന്റെ മരണശേഷം ചുമതലയേറ്റ മൊജ്തബ മേഖലയിലെ US താവളങ്ങൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് ആദ്യ പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇറാനിലെ സായുധ സംഘങ്ങളും യമനിലെ ഹൂതികളും ഇറാന്റെ പോരാട്ടത്തിന് കരുത്തു പകരുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. മൊജ്തബയുടെ പിതാവിന്റെ സ്വകാര്യ വിമാനം നശിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ പ്രസ്താവന വന്നത്. മൊജ്തബ ഇപ്പോൾ എവിടെയാണെന്നതിനെ കുറിച്ച് തങ്ങൾക്ക് കൃത്യമായ വിവരമുണ്ടെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. രക്തസാക്ഷികളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന മൊജ്തബയുടെ പഴയ നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നേതാവിന്റെ ശാരീരികാവസ്ഥയെക്കുറിച്ചുള്ള മൗനം രാജ്യത്തെ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ മിന്നലാക്രമണത്തിൽ നിന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമൈനി രക്ഷപ്പെട്ടത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലെന്ന് വെളിപ്പെടുത്തൽ ഇതിനിടെ പുറത്തു വന്നിരുന്നു. താമസ സമുച്ചയത്തിൽ നിന്ന് മൊജ്തബ പുറത്തിറങ്ങിയ നിമിഷങ്ങൾക്കകം മിസൈലുകൾ കെട്ടിടത്തിൽ പതിക്കുകയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന് തൊട്ടു മുൻപ് മൊജ്തബ കെട്ടിടത്തിന് പുറത്തുള്ള തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത്. ഖമേനിയുടെ ഓഫീസിലെ പ്രോട്ടോകോൾ മേധാവി മസഹർ ഹുസൈനി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ചോർന്ന ഓഡിയോ രേഖകളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മൊജ്തബയ്ക്ക് എന്തോ ആവശ്യത്തിനായി പുറത്തേക്ക് പോകേണ്ടി വന്നത് ദൈവഹിതമായിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങിയ ഉടനെയാണ് കെട്ടിടത്തിൽ മിസൈൽ പതിച്ചത് എന്ന് മസഹർ ഹുസൈനി പറയുന്നതായി ഓഡിയോയിലുണ്ട്. കാലിൽ ചെറിയൊരു മുറിവ് മാത്രമാണ് മൊജ്തബയ്ക്ക് ഏറ്റതെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു. 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഖമൈനിയുടെ വസതി ലക്ഷ്യമാക്കി ഇസ്രായേൽ തൊടുത്തത്. ഈ ആക്രമണത്തിൽ അന്നത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി, ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ഷിറാസി, നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ, ഖമൈനിയുടെ ബന്ധുക്കൾ എന്നിവർ കൊല്ലപ്പെട്ടു. സൈനിക മേധാവി ഷിറാസിയുടെ ശരീരം മിസൈൽ പ്രഹരത്തിൽ ചിതറിപ്പോയതായും ഹുസൈനി വിശദീകരിക്കുന്നുണ്ട്. ആക്രമണത്തിന് ശേഷം മൊജ്തബ ഖമൈനി ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. രക്തസാക്ഷികളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന പേരിൽ പുറത്തുവിട്ട ശബ്ദ സന്ദേശം മാത്രമാണ് ഇതുവരെയുള്ള ഏക ഔദ്യോഗിക പ്രതികരണം. മൊജ്തബ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ചികിത്സയ്ക്കായി മോസ്കോയിലേക്ക് മാറ്റിയെന്നുമുള്ള വാർത്തകൾക്കിടയിലാണ് അദ്ദേഹത്തിന് നിസ്സാര പരിക്കേറ്റിട്ടേ ഉള്ളൂ എന്ന പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. നേതാവിനെ നേരിട്ട് കാണാത്തത് ഇറാഖിലും ഇറാനിലുമുള്ള അനുയായികൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്.